നമസ്കാരം. വീടിന് ദോഷമുണ്ടോ, വീടിരിക്കുന്ന സ്ഥലത്തിന് ദോഷമുണ്ടോ എന്നിങ്ങനെ ചിന്തിക്കാത്തവർ കുറവാണ്. വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ, പരിഹാരങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഈ ഭൂമി നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി അവിടെ തന്നെ ഉണ്ട്. നമ്മൾ പ്രശ്നം വെക്കുന്നു, ഒരു ജ്യോതിഷി പറയുന്നു ഭൂമിക്ക് ദോഷമുണ്ട് എന്നുള്ള വസ്തുത പറയുന്നു. ഒരു 5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷം വീണ്ടും പ്രശ്നം വെക്കാൻ ഇടവരുമ്പോൾ പറയുകയാണ് നിങ്ങളുടെ ഭൂമി വളരെ നല്ലതാണെന്ന് പറയുന്നു. വീണ്ടും ഒരു 2 കൊല്ലം കഴിയുമ്പോൾ സ്ഥലത്തിന് ദോഷമുണ്ടെന്ന് പറയുന്നു. ആകെ കൺഫ്യൂഷൻ ആയല്ലോ എന്നുള്ളൊരു ചിന്ത. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു ഭൂമിയിൽ നാം എന്ത് കർമ്മമാണോ അനുഷ്ഠിക്കുന്നത് ആ കർമ്മത്തിനനുസരിച്ച് ഗുണവും ദോഷവും ആ ഭൂമിയെ ഇല്ലെങ്കിൽ ആ പരിസരത്തെ ബാധിക്കും. തീർച്ചയായിട്ടും ബാധിക്കും. ഏവരും ചിന്തിക്കുക, ഒരു ഭൂമി, ആ ഭൂമിയിൽ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിനകത്ത് രാവിലെയും വൈകിട്ടും നാമമന്ത്രങ്ങൾ, സത്കർമ്മങ്ങൾ ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ വളരെയധികം ചെയ്യുന്നു, യോഗാഭ്യാസം ചെയ്യുന്നു, ഉപാസന ചെയ്യുന്നു എന്നിങ്ങനെ സത്പ്രവർത്തികൾ, ധാർമ്മിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ പ്രദേശം ഇല്ലെങ്കിൽ ആ വീട് മുഴുവനും പോസിറ്റീവായിരിക്കുമെന്ന് ഏവർക്കും അറിയാം. അതേ സ്ഥലത്ത് വെച്ച് കുത്സിതമായ പ്രവൃത്തികളെല്ലാം തന്നെ ചെയ്യുന്നു, ഏവർക്കും അറിയാം എന്തായിരിക്കും അത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് നെഗറ്റീവ് എനർജി ആയിട്ട് മാറും ആ പരിസരം മുഴുവനും. ഇതുകൊണ്ടാണ് ഈ വേരിയേഷൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിലേക്കായിട്ട് വാസ്തുപരമായിട്ട് ദോഷങ്ങൾ എല്ലാം തന്നെ നീങ്ങുവാനായിട്ട് ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ആദ്യത്തേത്, വീട്ടിൽ 2 നേരം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക, രാവിലെയും വൈകിട്ടും. ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമേ എനിക്ക് അത് തരണേ ഇത് തരണേ എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശം. നാമജപങ്ങളാണ് ഉദ്ദേശം. സഹസ്രനാമം നിത്യവും ശീലമാക്കുക. തീർച്ചയായിട്ടും ആ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകും. ശ്രമിച്ചു നോക്കാം. 1 രൂപ ചെലവില്ലാത്ത പരിപാടിയാണ്. രണ്ടാമത്തേത്, സാധാരണയായി ഈ വീട്ടിൽ ഒരുപാട് ചപ്പ് ചവറുകൾ കൂട്ടിവെക്കാറുണ്ട്. നമ്മൾ അറിയാതെ ഓരോ റൂമിൽ കയറി നോക്കിയാലും ഒരുപാട് ചപ്പ് ചവറാണ്. അതൊന്ന് ഡിസ്പോസ് ചെയ്യുക. അതിൽ തന്നെ പകുതി നെഗറ്റീവ് എനർജി പോയി കിട്ടും. ഇനി പഴയ തുണികൾ, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഡിസ്പോസ് ചെയ്യുക. ആവശ്യക്കാർക്ക് അത് ഉപകരിക്കുകയും ചെയ്യും, നമ്മുടെ വീട് പോസിറ്റീവായി മാറ്റപ്പെടുകയും ചെയ്യും. മൂന്നാമത്തേതായി, രാവിലെ നാം എഴുന്നേൽക്കുമ്പോൾ, ഇന്നത്തെ ജനറേഷൻ അത് ചിന്തിക്കുന്നുണ്ടോ എന്നറിയില്ല, കട്ടിൽ കിടക്ക അവിടെ തന്നെ കിടക്കും. കിടക്ക ആരും മടക്കി വെക്കാറില്ല. ഈ വാക്ക് കേട്ട ഉടനെ എൻ്റെ വീട്ടിൽ ബെഡാണല്ലോ, ബെഡ് മടക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പലതരം സംശയങ്ങൾ വരും. അപ്പോൾ ഇവിടെ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത്, ഈ കിടക്ക നമുക്ക് മടക്കി വയ്ക്കുവാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും അത് മടക്കി തന്നെ വെക്കണം. ബെഡ്ഷീറ്റ് എങ്കിലും നമുക്ക് മടക്കി വെക്കുവാൻ സാധിക്കും. കിടന്ന സ്ഥലം അവിടെ വൃത്തിയാക്കണം എന്നുള്ളതാണ്. അവിടെ തന്നെ നമുക്ക് പകുതി സമാധാനം കിട്ടും, ആശ്വാസം ലഭിക്കും, നെഗറ്റീവ് എനർജി മാറും. ഇനി ഒരു വീട്ടിൽ ഐശ്വര്യം എങ്ങനെയാണ് വരുന്നത്? എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ. എവിടെയാണോ സ്ത്രീകൾ മാനിക്കപ്പെടുന്നത്, അവർക്ക് റെസ്പെക്റ്റ് ലഭിക്കുന്നത്, അവർ പൂജിക്കപ്പെടുന്നത്, അവിടെ ഐശ്വര്യം ഉണ്ടാകും, അവിടെ ദേവതകൾ വസിക്കുമെന്ന് പറഞ്ഞു. ശാസ്ത്രം പറഞ്ഞതാണ്. ഒരിക്കലും അത് മാറില്ല. അതെങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത്? ഇന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കൊരു സെൻസ് വെച്ചുകൊണ്ട് നാം ചിന്തിക്കണം. ഇനിയിപ്പോൾ ഏത് പൂവാണ് വാങ്ങിക്കേണ്ടത്, എത്ര നാര്യസ്തു പൂജ്യന്തേ എന്നൊക്കെ പറഞ്ഞല്ലോ. ഇനി അരളിപ്പൂവ് വേണോ, തെറ്റിപ്പൂവ് വേണോ ഒന്നും ചോദിക്കരുത്. കാരണം അങ്ങനെയും ചോദിച്ചേക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. ഇന്നത്തെ ചിന്താഗതി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീകളെ നല്ലവണ്ണം റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സന്ദേശം ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. മാതാപിതാക്കളെയും വൃദ്ധജനങ്ങളെയും നാം നല്ലവണ്ണം സംരക്ഷിക്കുക. വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും. കാരണം അവരെ ഒന്നും നോക്കാതെ പോകുമ്പോൾ അവർക്കുള്ള വേദന നെഗറ്റീവാണ്. നെഗറ്റിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. എത്ര ജ്യോതിഷിയുടെ അടുത്ത് പോയി പ്രശ്നം വെച്ചാലും പരിഹാരം ചെയ്താലും അത് പോവില്ല എന്നുള്ളത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇതിന് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. വൃദ്ധജനങ്ങളെ പരിചരിക്കുക എന്നുള്ളതിന് ഓൾട്ടർനേറ്റീവ് ഇല്ല. അതിന് പകരമായിട്ട് 4 നമശിവായ ജപിച്ചോളൂ, 4 വിഷ്ണു സഹസ്രനാമം ജപിച്ചോളൂ എന്നുള്ള ഓൾട്ടർനേറ്റീവ് ലഭ്യമല്ല. കാരണം അഭിവാദനശീലസ്യ നിത്യം വൃദ്ധോപസേവിനഃ
ചത്വാരി തസ്യ വർദ്ധന്റെ ആയുർവിദ്യ യശോ ബലം എന്ന് പറയുന്നുണ്ട്. ആയുസ്, വിദ്യ, യശസ്, ബലം ഇതെല്ലാം നേടണമെങ്കിൽ തീർച്ചയായിട്ടും വൃദ്ധജനങ്ങളെ പരിചരിക്കുക, സംരക്ഷിക്കുക എന്നുള്ള ഒരു വാക്യം ശാസ്ത്രം തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. അവസാനമായി വർഷത്തിൽ ഒരിക്കലെങ്കിലും വീട്ടിൽ ഒരു ഹവനം, അഗ്നിഹോത്രം നടത്തുക. അഗ്നി വളരെ ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഈ ഹവനം, ഹോമം എന്നൊക്കെയാണ് പറയുന്നത്. അതൊരു വലിയൊരു ടോപ്പിക്കാണ്. എന്നിരുന്നാലും ചുരുക്കി പറയുകയാണ്, സാധിക്കുന്നവർ എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും, വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഹവനം നടത്തുക. അത് മൃത്യുഞ്ജയ ഹോമമായിക്കോട്ടെ, ഗണപതി ഹോമമായിക്കോട്ടെ, സുദർശന ഹോമമായിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, സാധിക്കുന്ന രീതിയിൽ ഒരു ഹോമമെങ്കിലും നടത്തുവാനായിട്ട് ശ്രമിക്കുക. ഈ വക കാര്യങ്ങൾ തുടർന്ന് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും വീടിന് ദോഷം വരില്ല, നെഗറ്റിവിറ്റി താനേ ഇല്ലാതാകും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. നമസ്കാരം.